പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എൻ്റെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. ഈ വണക്കമാസത്തിൻ്റെ 13-ാമത്തെ തീയതി നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ഒരു മാസക്കാലഘട്ടം മുഴുവൻ കൂടുതലായിട്ട് അമ്മയോട് ചേർന്നുള്ള ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ തന്നെ കൂടുതൽ ഉണർവുള്ളതാക്കി മാറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മറ്റൊരു സന്തോഷം ഉള്ളത്, ഇന്ന് ചിക്കാഗോയിൽ, അമേരിക്കയിലെ ചിക്കാഗോയിൽ നമ്മുടെ കൃപാസനം മാതാവിൻ്റെ രൂപം അവിടുത്തെ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ ഒരു സന്തോഷം ഇന്നത്തെ ദിവസം അത് യൂട്യൂബിലും മറ്റും അത് അതിൻ്റെ സ്ട്രീമിങ്ങും മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോകമെമ്പാടും ഉള്ള വ്യക്തികൾ ഹൃദയത്തിലും മനസ്സിലും ഏറ്റിക്കൊണ്ടുപോയ മാതാവിനെ പതുക്കെ പതുക്കെ അൾത്താരകളിലേക്കും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവൊക്കെ ആയിട്ട് മാതാവിൻ്റെ ഈ തിരുസ്വരൂപം വണങ്ങപ്പെടുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയം ഇന്നത്തെ ദിവസത്തിനുണ്ട്. ഏറെ പ്രത്യേകിച്ച് ജോയ് പിതാവിനെയും അപ്പോൾ അതിന് പിന്നിൽ അവിടെ പ്രവർത്തിച്ച ഉടമ്പടി എടുത്ത് പ്രവർത്തിച്ച് ഈ ഒരു ആഗ്രഹത്തെ അവരുടെ മുൻപിലേക്ക് പ്രസൻറ്റ് ചെയ്ത് ഇന്നത്തെ ഈ നല്ലൊരു ദിവസത്തിന് കാരണക്കാരായിട്ടുള്ള നല്ല ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടെ നിൽക്കുന്ന ആ വലിയൊരു ജനസമൂഹത്തെയും ഓർത്ത് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. കാരണം ഇതൊരു ചെറിയൊരു തീപ്പെട്ടി പ്രകാശം പോലെ ഒരാളെടുക്കുന്ന ഉടമ്പടി കത്തി വ്യാപിച്ച് ഒരു ദേവാലയത്തിലും ഒരു പ്രദേശത്തിലും വ്യാപിച്ച് അവരുടെ മുഴുവൻ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദുമായി അടയാളമായിട്ട് മാതാവും ഉടമ്പടിയുമൊക്കെ മാറുന്നു. അത് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ അതിന് സാക്ഷികളായിട്ട് മാറുവാൻ വിശ്വാസികളുണ്ടാകുന്നു. കാരണം ഈ വിശ്വാസികളുടെയൊക്കെ ആസ്തി എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവർക്ക് മാതാവിനെക്കുറിച്ച് കേട്ടു എന്നുള്ളതല്ല, അവർ മതബോധനത്തിൽ മാതാവിനെക്കുറിച്ച് പഠിച്ചു എന്നുള്ളതല്ല, അവർക്ക് വ്യക്തിപരമായിട്ട് മാതാവുമായിട്ട് അനുഭവം ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും നമുക്കിതാണ് മനസ്സിലാക്കി തരുന്നത്. അവർക്ക് വ്യക്തിപരമായിട്ട് ഒരു ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ അപ്പനെയും അമ്മയെയും കുറിച്ചുമൊക്കെ നമുക്ക് സംസാരിക്കുമ്പം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ പറയുവാൻ അത്ര അനുഭവങ്ങളുണ്ടാവും. കാരണം വ്യക്തിപരമായിട്ട് അവരോടൊപ്പം ജീവിച്ചും താമസിച്ചും മിണ്ടിയും അടുത്തും പിണങ്ങിയുമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ നിൽക്കുന്നവർക്ക്, വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയണത്. ആരുടെ മുൻപിലും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സാക്ഷികൾ പരിശോധിക്കുന്നത് എത്ര പേരുടെ മുൻപിൽ നിന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈശോനെക്കുറിച്ചും പ്രഘോഷിക്കുവാൻ തക്കവിധമുള്ള ഒരു സോളിഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ഗോഡ് എക്സ്പീരിയൻസ് അവർ സ്വന്തമാക്കുന്നുണ്ട്. ഇന്ന് ഈ അൾത്താരിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ രക്ഷകൻ്റെ വരവിനായി തീവ്രമായി കാത്തിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ മാത്രമല്ല, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് പറയണത് ആ ഒരു സമൂഹം മുഴുവൻ ഒരു മിശിഹായുടെ വരവിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. ക്രിസ്മസിൽ എപ്പോഴും നമ്മളിത് വായിക്കുന്നതാണ്. ഒരു പക്ഷേ ഇന്നും അത് മനസ്സിലാക്കാത്തൊരു വിഭാഗം യഹൂദ ജനത്തിൽ ഇപ്പോഴും മിശിഹായെ അവർ കാത്തിരിക്കുകയാണ്. കർത്താവ് മിശിഹായാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല, അയക്കപ്പെട്ടവനാണെന്ന് അംഗീകരിക്കുന്നില്ല. രണ്ടാമത്തത് മാതാവ് തന്നെ തന്നെ യോഗ്യയാക്കി തീർത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നത്. ഏറ്റവും അവസാനം ഈശോയുടെ ആഗമനത്താൽ മാതാവ് കൂടുതൽ കൃപ നിറഞ്ഞവളായി എന്നുള്ളതാണ്. അപ്പം തീക്ഷ്ണമായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലം ഉണ്ടാകണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതകൾ നമ്മൾ ആർജിക്കണം എന്നുള്ളതാണ്. അത് മാനുഷിക യുക്തിയിൽ എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു ഡോക്ടറാവണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ട് മാത്രം ആരും ഡോക്ടറാവാൻ പറ്റത്തില്ല. അതിൻ്റേതായിട്ടുള്ള സമയവും സാവകാശവും പഠനവും എല്ലാ കാര്യങ്ങളിലും കഷ്ടപ്പാടും ഒക്കെയുണ്ട്. അതിന് യോഗ്യമായി തീരണമെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് അത് ആത്മീയ ലോകത്തിലും ഈ യുക്തി സെയിമാണ്. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ദൈവാനുഭവങ്ങൾ ലഭിക്കണമെങ്കിൽ ആദ്യം നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ തീക്ഷ്ണമായിട്ടൊരാഗ്രഹം മാത്രം പോരാ, തന്നെ തന്നെ യോഗ്യമാക്കുവാനായിട്ടുള്ള അവസരങ്ങൾ കണ്ടെത്തി നമ്മളെ തന്നെ ഒരുക്കണം.
ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ഈ കുമ്പസാരത്തിനെക്കുറിച്ചും അനുദിന ദിവ്യബലിയെക്കുറിച്ചും കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളുമെല്ലാം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആത്മീയ റെലം എന്ന് പറയുന്നത് ഈ ഒരു റെഡിനെസ്സാണ്. എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കും. നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം എപ്പോഴും ഉടമ്പടി തൈലം എടുത്തു, ഉടമ്പടി ഉപ്പെടുത്തു, ഉടമ്പടിയുടെ കാശിരിപ്പെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ സമയമെല്ലാം അവർ ദൈവത്തെ ഓർത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഉടമ്പടി തൈലം, ഉടമ്പടി കാശിരിപ്പെടുത്തുകൊണ്ട് നമുക്ക് ആരെങ്കിലും തെറി പറയാനോ ആർക്കിതിലേക്കെതിരെ കേസ് കൊടുക്കാനും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്തും പ്രാർത്ഥിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നീതിയോടെ ചെയ്യണം എന്നുള്ളൊരു ബോധ്യത്തോടെ ഒരു വ്യക്തി തൻ്റെ പ്രാർത്ഥനാ ജീവിതം മാറ്റണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത്, ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടാവണം. ഇന്നത്തെ സാക്ഷ്യത്തിൽ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള 2 പിള്ളേർ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതം മാറുന്ന കണ്ടിട്ടാണ് ഞാനിവിടെ വന്നതെന്നുള്ള. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അവന് പോലും ഇത് കിട്ടിയെങ്കിൽ പിന്നെ മാതാവ് എനിക്ക് തരത്തില്ല എന്നുള്ള യുക്തിയിലാണ് അവൻ വന്നത്. വേറൊരു ചെറുക്കൻ പറഞ്ഞത്, എൻ്റെ ചേട്ടൻ എൻ്റെ വീട്ടിൽ എങ്ങനെ ഇരുന്നെന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പം അവൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവന് വരുന്ന മാറ്റം കണ്ടിട്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടല്ല, ആ പ്രാർത്ഥനകൾ മാറ്റങ്ങളായിട്ട്, നല്ല മാറ്റങ്ങളായിട്ട് മാറുമ്പം അത് കൂടെയുള്ളവരെ പ്രചോദിപ്പിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഈ യോഗ്യതയിലോട്ട് മാറാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പ്രാർത്ഥനകൾ റെഗുലറൈസ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് ഉടമ്പടിയിലുള്ള കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കറക്റ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈശോ നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരു സാന്നിധ്യം. അത് നമുക്ക് നമ്മുടെ വിശ്വാസയാത്രയിൽ ഒരു പ്രാവശ്യം അനുഭവിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വിശ്വാസത്തോടെ കുറേ നേരം കാത്തിരുന്നു, കുറേ നേരം എന്ന് പറയുന്നതിനോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയാനും കൂടിയാണ് നമ്മൾ ഉടമ്പടിയിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയുടെ ആധ്യാത്മികത എപ്പോഴും കർത്താവിൻ്റെ ആധ്യാത്മികതയായിട്ട് ഡയറക്റ്റ് കണക്റ്റഡാണ്, അല്ലെങ്കിൽ അമ്മയുടെ ആധ്യാത്മികതയായിട്ട് ഡയറക്റ്റ് കണക്റ്റഡാണ്. എന്ന് വെച്ചാൽ കർത്താവ് ഈ ലോകത്ത് ജീവിച്ചതാണ് ഏറ്റവും വലിയ മാതൃക, അല്ലാതെ അതിനപ്പുറത്തേക്കും അതിന് താഴോട്ടും അല്ല. ഏറ്റവും ഫസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത് കർത്താവ് ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചോ അതിനൊക്കെ ജീവിച്ചാൽ മതി. അപ്പം കർത്താവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സ്പിരിച്വാലിറ്റിയാണ് കർത്താവ് ഫോളോ ചെയ്തത്. കർത്താവ് മലമുകളിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം അവന് ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ലാതെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് സുവിശേഷ ഭാഗവും വളരെ ഫോക്കസ്ഡായിട്ട് നമ്മൾ വായിക്കാനുള്ളതാണ്. കർത്താവിനെ തിരക്കി എല്ലാ ജനക്കൂട്ടം വരുന്നുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ നാളെ കർത്താവിന് വിട്ട് തള്ളിപ്പറയാനുണ്ട്, കുരിശ് കയറ്റുന്നുണ്ട്. പക്ഷേ വന്നവരോടെല്ലാം സുവിശേഷം പ്രഘോഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവരെ സെലക്ട് ചെയ്ത് ദൗത്യം ഏൽപ്പിച്ചതുകൊണ്ടാണ് ഇന്നൊരു ദേവാലയം ഇവിടെ ഉള്ളത്, അവരിൽ നിന്ന് പടർന്നെടുത്ത്. അപ്പം ഈ ഒരു വിശ്വാസയാത്രയിൽ, ഉടമ്പടി യാത്രയിൽ നമുക്ക് തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹത്തിനോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ യോഗ്യതകളും നമുക്ക് പരിശോധിക്കാം. നമുക്കൊരിക്കലും ദൈവത്തെ സ്വീകരിക്കുവാൻ അത്ര കൃപ നിറഞ്ഞ യോഗ്യത നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിന് മുൻപിൽ കൃത്യതയോടെ പ്രാർത്ഥനയോടെ വ്യാപരിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ശ്രമിക്കാം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്ന് ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. ഞാനത് പറയാൻ കാര്യം, നമുക്കിപ്പോൾ ഇറ്റലിയിലെയും ജർമ്മനിയിലെയും വായിച്ചു കേട്ട ഈസോപ്പ് കഥകളിലെയും ബൈബിൾ കഥകളിലെയും ഒക്കെ കഥകൾ എടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഓരോ ദിവസവും ഇവിടെ നിന്ന് തരുന്ന, നിങ്ങൾ ഇവിടെ വന്നാൽ കേൾക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഒന്ന് പ്രാർത്ഥനയോടെ കേട്ടാൽ തന്നെയും നമുക്ക് മനസ്സിലാവും ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത്രയും അനുഗ്രഹവും അനുഭവവും ഉള്ളൊരു സമ്പത്തും ഒരു ട്രഷറും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. വിശ്വാസം ഇല്ലാതെ വരുന്നവർ, ട്രോള് കണ്ട് തമാശയ്ക്ക് വരുന്നവർ, സംശയം കൊണ്ട് വരുന്നവർ, ഗതികെട്ട് വരുന്നവർ, അങ്ങനെ വിശ്വാസത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തവർ, ആരെങ്കിലും നിർബന്ധിച്ച് വരുന്നവർ, അവരൊക്കെ അൾത്താരയിൽ കയറിയിട്ട് അവർ പറയുന്ന ചുരുങ്ങിയ വാക്കുകളിലും പറയുന്ന സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ കേട്ടാലും മതി. നിങ്ങൾക്കറിയാലോ, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിനെക്കുറിച്ച് ഒരാൾ സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അയാളുടെ പ്രൊഫഷനായിരിക്കണം. പ്രൊഫഷനാണെങ്കിൽ പറയും, ഇപ്പം അച്ഛന്മാരാണെങ്കിലും അതിന് ദൈവാനുഭവം വേണമെന്നില്ല. ബൈ പ്രൊഫഷൻ വി ആർ ഓട്ട് ടു സേ എബൌട്ട് ഗോഡ് ആൻഡ് ഗോഡ് എക്സ്പീരിയൻസ്, അത് ദൈവാനുഭവമല്ല. പക്ഷേ അത് അല്പമായവരും അല്ലെങ്കിൽ അക്രൈസ്തവരായിട്ടുള്ളവരൊക്കെ ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് കേൾക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസം മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 5 സാക്ഷ്യം വന്നിരിക്കുന്ന 26-27 വയസ്സുള്ള പെൺകുട്ടികളും ആൺപിള്ളേരും മാത്രമാണ്. അവർ സാക്ഷ്യം പറഞ്ഞ എല്ലാവരും തന്നെ CA പഠിക്കുന്നവരും, നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞവരും, ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരും, PG ചെയ്യുന്നവരുമാണ്. അതിൽ 3 പേരും ക്രിസ്ത്യൻസും അല്ല. പക്ഷെ അവർ സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്നവിടെ എനിക്ക് ഒരു പ്രത്യേക രീതി, കാരണം അവരൊക്കെ എങ്ങനെയാണ് ഒരു ദൈവാനുഭവത്തെയും മാതാവിനെയൊക്കെ ദർശിച്ചു കണ്ടു എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും പിള്ളേർ കയറി പറയത്തില്ല.
നമ്മളൊക്കെ തന്നെ ഈശോനെ മാതാവിനെ കുറിച്ച് എപ്പോഴാണ് പറയേണ്ടത്? ഒന്നെങ്കിൽ കാറ്റഗിസം ക്ലാസ്സിൽ നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ, ഒരു കുടുംബ പ്രാർത്ഥനയുടെ സമയം കഴിയുമ്പോൾ. അല്ലാത്ത സമയത്ത് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അത്രയും എവിഡൻ്റ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടൊരു അനുഭവം നമുക്കുണ്ടാണ്. ഈ കുട്ടികളൊക്കെ, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് ബൈബിൾ തുറന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു എന്നും ഞാൻ മാതാവിൻ്റെ ശബ്ദം കേട്ടു എന്നും സുഗന്ധാഭിഷേകം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലാവും. ദൈവം തൻ്റെ തിരുമുൻപിൽ യോഗ്യതയോടെ വ്യാപരിക്കാനായിട്ട് പ്രവർത്തിക്കുന്നവരെ ശക്തിപ്പെടുത്തും, പ്രചോദിപ്പിക്കും. അത് കർത്താവിൻ്റെ വലിയൊരു ദൗത്യമാണ്. കാരണം നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പം ഈ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നിടത്തെ കർത്താവ് സ്വർഗത്തിലോട്ട് പോയതിന് ശേഷം വെറുതെ ഇരുന്നിട്ടൊന്നുമില്ലേ. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ട് അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിക്കും. അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിച്ച് ഇവൻ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് ആ വ്യക്തികളെ മനസ്സിലാക്കുവാനായിട്ട് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് കൊടുക്കും. അതുകൊണ്ടാണ് ചില ആരാധനകൾ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനകൾ കേട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. ആരാധനയുടെ മാത്രം ഒരു 2-3 ക്ലിപ്പിങ് മാത്രം കണ്ടിട്ട് ഇവിടെ ഒരുപാട് പേര് വരും. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് അഭിഷേകം ഉണ്ടായെന്ന് പറയാം. ചില സാക്ഷ്യം കണ്ടിട്ട് തന്നെ ഇവിടെ ആൾക്കാർ വരും. ആ സാക്ഷ്യം കേട്ടപ്പോൾ, കാരണം അത് ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. സാക്ഷ്യത്തിൽ ഇപ്പം വലിയ കളർഫുള്ളായിട്ടൊന്നുമില്ല, സെയിം ഫ്രെയിം, സെയിം ഒരു വ്യക്തികൾ മാറുന്നുണ്ടതില്ല. അപ്പം അതിനകത്ത് എന്തോ ഒരു അഭിഷേകം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ടി വിയിൽ കണ്ടുവന്നെന്ന് പറയും, യൂട്യൂബിൽ ഒരു സ്ക്രോൾ ചെയ്തപ്പോൾ റീൽ കണ്ടു. അപ്പോൾ ഇതിലൊക്കെ എന്തോ ഒരു കണ്ടൻറ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇതിനകത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ വിശ്വാസത്തോടെ അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പം അത് നമുക്ക് വർക്കൗട്ടായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ കുമ്പസാരിച്ചൊരുങ്ങി ഒരാൾ ബൈബിൾ വായിക്കുന്നതും, അല്ലെങ്കിൽ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ കുമ്പസാരിച്ചൊരുങ്ങി ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ഒരാൾ കുർബാന കൂടുന്നതും, വെറുതെ ഞായറാഴ്ച കുർബാന കൂടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ വ്യത്യാസത്തിലേക്കാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നതും. അങ്ങനെ വിശ്വാസമുള്ള ജീവിതത്തിലാണ് ദൈവ സാന്നിധ്യം കൊണ്ട് തരുന്നത്. കാരണം അപ്പോസ്തലന്മാർ കർത്താവ് പ്രവർത്തിച്ചതിൽ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പത്രോസ്ലീഹ കടന്നു പോകുമ്പോൾ പത്രോസ്ലീഹയുടെ നിഴലടിക്കാൻ വേണ്ടി ആളുകൾ കൊണ്ട് കിടത്തുമെന്ന് പറയണത്. കാരണം അത്രയും പവർ കർത്താവ് അവർക്ക് കൊടുത്തത്, അവർക്ക് അത് കണ്ടിട്ട് കുറേ പൈസ ഉണ്ടാക്കി പുട്ടടിക്കാനല്ല, അത്രയും പവർ അവർക്ക് കൊടുത്തത്. അത്രയും വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് പേര് ആകർഷിക്കപ്പെട്ട് ക്രിസ്തു എന്ന വ്യക്തിയെ നാട്ടിൽ മുഴുവൻ സംസാര വിധമാകണമെങ്കിൽ അടയാളങ്ങൾ കൊണ്ട് ആ വിശ്വാസം സ്ഥിരീകരിക്കണം. അല്ലാതെ ഇവരൊരു ദിവസം പ്രസംഗിക്കുന്നു, ഇപ്പോഴത്തെ സെറ്റപ്പ് അല്ലല്ലോ. ഇപ്പോൾ പള്ളി ഉള്ളതുകൊണ്ട് ആളുകൾ കേട്ടാലും ഇല്ലെങ്കിലും വന്ന് പ്രസംഗത്തിനിരിക്കും. അന്ന് പത്രോസ്ലീഹയൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ചുറ്റും കൊല്ലാനായിട്ട് ആൾ നിൽക്കുന്ന സമയത്താണ് എഴുന്നേറ്റെന്ന് പറയണത്. നിങ്ങൾ തൂക്കിക്കുറച്ച് വന്നപ്പോൾ കർത്താവിനെ അവൻ ഉയർത്തി എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ആംബിയറിലേക്ക് ഒരാൾ വളരണമെങ്കിൽ വ്യക്തിയനുഭവങ്ങളുണ്ടാകണം ഫസ്റ്റ്. സെക്കൻഡ്, അവൻ പറയുന്ന വചനത്തിനെ ദൈവം ഓൺ ചെയ്ത് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഒരു പക്ഷേ വിത്ത് വിതറാൻ നേരത്ത് ഉപമയെ പറയുന്ന കണക്ക് എല്ലാവരും ഒന്നും വിശ്വാസത്തിൽ വരത്തില്ല. നിങ്ങളൊരു 15 പത്രം കൊടുത്താൽ ഒരാളെങ്കിലും ഒരാളായിരിക്കും അതൊന്ന് വിശ്വാസത്തോടെ വായിക്കുന്നത്. അല്ല ചിലപ്പോൾ പിണക്കണ്ടല്ലോ എന്ന് ഓർത്ത് മേടിക്കണമെന്നോർത്ത് മേടിക്കുന്നത്. പക്ഷേ ആ ഒരാളെ പ്രതി നമ്മൾ വിതയ്ക്കാതിരിക്കുകയും കൊയ്യാതിരിക്കുകയും ഒന്നും ചെയ്യാനായിട്ട് പാടില്ലല്ലോ. കർത്താവിനറിയാം എത്ര പേര് വിശ്വസിക്കുന്നു. പക്ഷേ കർത്താവ് വചനം പ്രഘോഷിച്ചത് ലോകത്തിന് വേണ്ടിയാണ്, ലോകത്തിലെല്ലാവർക്കും വേണ്ടിയാണെന്നുള്ളതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഈ പെട്ടവരെ വെച്ച് കർത്താവ് വലിയൊരു പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. വീണ്ടും സാക്ഷ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, കാരണം സാക്ഷ്യങ്ങൾ അനുഭവങ്ങളാണ്, അവരൊന്നും ഏറിൽ പറയണ മിഥ്യാ കഥകളൊന്നും അല്ലല്ലോ. ഇന്നൊരു പെൺകുട്ടി, അവളുടെ പേര് ഞാൻ ഓർക്കണില്ല, നാളത്തെ ദിവസം അത് സാക്ഷ്യമായിട്ട് ജർമ്മനി പോയിട്ട് ബന്ധപ്പെട്ടൊരു സാക്ഷ്യമാണ്. അവൾ പറയണത്, എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാം ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരാണ്. അവർക്ക് കൊന്തയും വലിയ താല്പര്യമൊന്നുമില്ല, അവർ മൊബൈലും പഠിത്തമായിട്ടൊക്കെ അങ്ങനെ പോവുക. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും കൊന്തയും പഠിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവരും പതുക്കെ മാതാവിനെക്കുറിച്ച് തിരക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കണം, നമ്മളെ എയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും പേര് ഇവിടെ അല്ലെങ്കിൽ ഈ ഓൺലൈനിൽ 10,000, 6,000, 7,000, 10,000 പേര് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കരുത് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടനും എൻ്റെ അനിയനും അങ്കിളും എല്ലാം വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം ആരംഭിക്കാമെന്ന്. അങ്ങനെയല്ല. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മളെയാണ്. നമ്മളിലൂടെ ദൈവം എന്തോ കണ്ടിട്ടുമുണ്ട്. വിശ്വാസത്തിലേക്ക് എനിക്ക് മാത്രമാണ് എന്തുകൊണ്ട് പള്ളിയിൽ പോകാൻ, എനിക്ക് മാത്രം എന്തുകൊണ്ട് മാതാവിനോട് ഇത്ര ഭക്തി, എനിക്ക് മാത്രം എന്തുകൊണ്ട് വണക്കമാസത്തിനോട് ഇത്ര ഭക്തി, എനിക്ക് മാത്രം എന്തുകൊണ്ട് അൾത്താരോട് ഇത്ര ഭക്തി, എനിക്ക് മാത്രം എന്തുകൊണ്ട് അൾത്താര പാലകനാൻ തോന്നുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് പള്ളിയിൽ പോകാൻ തോന്നുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് കുമ്പസാരിക്കാൻ തോന്നുന്നൊക്കെ ചോദിക്കേണ്ടത് കർത്താവിനോട്. അത് കർത്താവിൻ്റെ സെലക്ഷൻ്റെ ഒരു ഭാഗമാണ്. അത് കർത്താവ് നിങ്ങളെ കൊണ്ട് എന്തൊക്കെയോ കരുതിയിട്ടുണ്ട്. അത് ഉടമ്പടിയിലൂടെ യാഥാർത്ഥ്യമാകുന്നുണ്ട്. അതാണ് സത്യം. നിങ്ങളിലൂടെ കരുതിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതം സെറ്റിലാക്കുക എന്നുള്ളതല്ല, അത് ഫസ്റ്റല്ല, സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള. നിങ്ങളിലൂടെ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഈ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയും കൂദാശകളുടെയും ശക്തിയും ഊർജവും ആരുടെയൊക്കെയോ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട്, കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സെലക്ട് ചെയ്യുന്നു. എൻ്റെ സ്നേഹമുള്ളവരെ, ഉടമ്പടി ഒരു ഉത്തരവാദിത്വമാണ്.
ഒരാളാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും ഇവിടെ സാക്ഷ്യം പറയാൻ പലപ്പോഴും കുടുംബമായിട്ട് ആൾ വരുന്നത്. കാരണം അവർക്ക് വിശ്വാസം ആദ്യം ഇല്ലേ, അതവർ പറയാനുണ്ട്. പക്ഷേ ഇവർക്ക് മനസ്സിലാവും ഇതിലെന്തൊക്കെയോ സത്യം ഉണ്ടല്ലോ എന്ന്. പിന്നീട് ഒരു പ്രദേശത്തുള്ളവരുമുണ്ട്, അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെയും പിള്ളേരെയൊക്കെ കൊണ്ട് ഇവിടെ സാക്ഷ്യം പറയാൻ വരും. കാരണം ഒരാളിൽ നിന്ന് ഇങ്ങനെ അടുത്ത 12 നിന്ന് 72ലേക്കും 72 നിന്നും അതിൽ കൂടുതലേക്കും ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തു ഇങ്ങനെ പ്രഘോഷിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ട് വെറുതെ പ്രസംഗിച്ചിട്ട് മാത്രമാണ് എല്ലാവരും കർത്താവിനെ വിശ്വസിച്ചതെന്ന്? അല്ല, വെറുതെ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കർത്താവിനെ ആരും വിശ്വസിക്കത്തില്ല. കർത്താവ് വ്യക്തമായിട്ട് അടയാളങ്ങളിലൂടെ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ സ്വീകരിച്ചു. നിങ്ങളുടെ വിശുദ്ധന്മാരുടെ ചരിത്രങ്ങളെടുത്ത് വായിച്ചോ, അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അവർ പ്രസംഗിക്കുമ്പോൾ അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിക്കപ്പെടും. ഇത് കെട്ടുകഥയല്ല, ഇന്നും സാക്ഷ്യത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടല്ലോ. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി സുഖപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയും കൊണ്ട് ഇവിടെ അൾത്താരെ വരുന്നുണ്ട് ആൾക്കാർ. അവർ കൈവച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെട്ടു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ ആദ്യം തീക്ഷ്ണമായ ആഗ്രഹം, രണ്ടാമത്തത് പ്രാർത്ഥന പ്രവർത്തനം, മൂന്നാമത്തത് ദൈവം നമ്മളെ സെലക്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഉടമ്പടിയിലെ ഇന്നേ ദിവസം വണക്കമാസത്തിൽ ഇവിടെ ഇരുന്ന് പങ്കെടുക്കുന്നവരും ഓൺലൈനിൽ പങ്കെടുക്കുന്നവരോടും പറയാനായിട്ടുള്ളത്, നമ്മുടെ തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ട് പ്രത്യേകിച്ച് കർത്താവിന് നേട്ടമൊന്നുമില്ല. എല്ലാവർക്കും വിശുദ്ധനാവണമെന്ന് ആഗ്രഹമുണ്ട്, ആരും ഒന്നും ചെയ്യണില്ല. എല്ലാവർക്കും എന്തൊക്കെയോ ആഗ്രഹമുണ്ട്. ഈ പള്ളിയിലിരുന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നല്ലോണം ജീവിക്കണമെന്ന്. പുറത്തിറങ്ങി കാറിൻ്റെ ഡോറടച്ച് പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൂഡ് മാറും. അല്ലെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നെക്സ്റ്റ് മൂഡാവും. വീട്ടിൽ കയറുമ്പോൾ അപ്പോൾ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ആഗ്രഹം മാറാൻ പാടില്ലല്ലോ. ക്രിസ്തു എന്ന ലക്ഷ്യം വെച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഈ വണക്കമാസ പ്രാർത്ഥനയും നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിനൊരു പ്രധാന കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് ആദ്യം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. അമ്മേ, നീ അനുവദിക്കുന്ന കുറച്ച് സമയം, അത് 60, 70, 80, 30 നമുക്കറിയില്ലല്ലോ. അത്രയും സമയം നീ എന്നെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, മാതാവിനോട് ഭക്തി ഉണ്ടെങ്കിൽ, കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അത് എന്നിൽ കൊണ്ട് നിർത്തേണ്ട ഒന്നല്ലെന്ന് എനിക്ക് ബോധ്യം നൽകണമേ. കർത്താവെ, ഞാൻ വചനം പറയുമ്പോഴും, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും, ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴും, ഞാൻ ജപമാല ചൊല്ലുമ്പോഴും എനിക്ക് ശക്തമായ അടയാളങ്ങൾ നൽകി കർത്താവ് എൻ്റെ വിശ്വാസത്തെ സ്ഥിരീകരിക്കണമേ എന്നും എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്ത് എന്നിലൂടെ അനേകരിലേക്ക് ഈ ക്രിസ്തു എന്ന വ്യക്തിയെ, ശക്തിയെ, സാന്നിധ്യത്തെ പകർന്നു കൊടുക്കുവാൻ തക്കവിധമുള്ള വലിയ ദൈവാനുഭവങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവെ, ലോകമെമ്പാടും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും വ്യക്തിപരമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചങ്കുറപ്പോട് നെഞ്ചത്ത് കൈവച്ച് എൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും കൂടെയുണ്ട് എന്ന് അനേകർ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഒരു സാക്ഷ്യം പറയുവാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് വലിയ അടയാളമായി തീരുവാൻ അമ്മേ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയൊരു നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയും മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കാം. ഈ രഹസ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ താഴെ പറയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തെ സമർപ്പിക്കാം. സിബി ഹൈജീൻ, മുശരിക്കുന്നേൽ, ലണ്ടൻ. അഭിഷേകിൻ്റെ 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം. ആകാശിൻ്റെ ഓട്ടിസം മാറുന്നതിന്, സിബി ഹൈജിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖം മാറുന്നതിന് നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൽസി ചാലക്കുടി, ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ, മകൻ്റെ വിസ തടസ്സം മാറി വിസ ലഭിക്കുവാൻ, രണ്ടാമത്തെ മകന് പഠിക്കാൻ ബുദ്ധിയും ഓർമ്മശക്തിയും ഫോൺ അഡിക്ഷൻ മാറാനും നമുക്ക് പ്രാർത്ഥിക്കാം. ആനി ആൻ്റണി, കാലടി, ഭർത്താവിൻ്റെ അസുഖം മാറാൻ, മകൻ്റെ പൈൽസ് സുഖപ്പെടാനും കാനഡയിൽ നല്ലൊരു ജോലി ലഭിക്കാനും പ്രാർത്ഥിക്കുന്നു. മോൾവി ജ്യോതിഷ്, കാട്ടൂർ, ഭർത്താവിന് ഒരു തൊഴിൽ വിദേശത്ത് ലഭിക്കുന്നതിന്, എനിക്ക് തൊഴിൽ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. മെക്സ്വെൽ എം ചോയി, എഴുപുന്ന, സഹോദരൻ്റെ രോഗസൗഖ്യം, വിശ്വാസത്തിൽ നയിക്കാൻ ജീവിത വിശുദ്ധിയിൽ ജീവിക്കുന്നതിന്. ആനിക്ക് ആരോഗ്യമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റെബിൻ സെബാസ്റ്റ്യൻ, അത്തിപ്പൊഴിയിൽ, തൃശ്ശൂരിലുള്ള വീടും സ്ഥലവും വിൽക്കുന്നതിന്, നല്ലൊരു ഇൻവെസ്റ്റർ ആകാൻ, കുടുംബത്തിലെ പൈശാചിക ബന്ധനങ്ങൾ മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഗ്രേസി രാജൻ, MND സുഖമാകുവാൻ, ചികിത്സ നന്നായി ഫലിക്കുവാൻ. മിനി ഫ്ലക്സൻ, UAE, ജോസഫിന് 10th നല്ല മാർക്ക് ലഭിക്കാൻ, ഡോൺ ബോസ്കോയിൽ അഡ്മിഷൻ കിട്ടാൻ, ത്രേസ്യ മോൾക്ക് നോർമൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ, തൂതി മോൾക്ക് നന്നായി പഠിക്കാൻ, അവളുടെ വാശി സ്വഭാവം മാറാൻ പ്രാർത്ഥിക്കുന്നു. ജിഷ KT, പാലക്കാട്,
ഭവന നിർമ്മാണം പൂർത്തിയാകണം. കടബാധ്യതകൾ മാറണം. കിണറുകുത്തി സമൃദ്ധമായി ജലം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജിബിൻ തോമസ്, നെല്ലിശ്ശേരി, കൊരട്ടി. ജിബിന് വിവാഹം നടക്കുന്നതിന്, ലിതിൻ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുന്നതിന്, ഈശോയെ സ്നേഹിച്ച് ജീവിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. സുനി കുഞ്ഞുമോൾ, കുറ്റിപ്പുറത്ത്, ചെത്തി. കാലിൻ്റെ വേദന മാറുവാൻ, സുസ്വിയുടെ ജോലി തടസ്സം മാറുവാൻ, സ്ഥലത്തിൻ്റെ തർക്കം മാറി മതിൽ കെട്ടുവാൻ. ജെനി ജോജി, വൈക്കം. അലർജി രോഗം മാറുന്നതിന്, കുടുംബത്തിൽ മാതാവിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തിനു വേണ്ടി ശാരീരിക വിഷമതകൾ മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഷെറിൻ മാത്യു, വൈക്കം. ഭർത്താവും കുഞ്ഞുമായി പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ജീവിക്കാൻ പ്രഥമ സ്ഥാനം ദൈവത്തിന് നൽകുന്നതിന്, മാതാവിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിൻസി ബിനു, മല്ലപ്പള്ളി. ഈ മാസം തന്നെ ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുവാൻ പ്രാർത്ഥിക്കുന്നു. അനിയത്തി ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുവാൻ. അനിയത്തിയുടെ ഭർത്താവിന് ജോലി ലഭിക്കുന്നതിന്. PT എലിസബത്ത് പ്രിൻസ്, കുമ്പനാട്. USA പോയി സെറ്റിൽഡ് ആകുവാനും നീറ്റ് എക്സാം പാസ്സാകുവാനും അനുഗ്രഹിക്കണമേ. ഇവാൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റുവാൻ പ്രാർത്ഥിക്കുന്നു. സുജ ജയ്മോൻ, നടവയൽ. റോബിന് വിദേശത്ത് പോകാൻ 30 ദിവസത്തിനുള്ളിൽ കഴിയണമേ. ഷൈനിയുടെ പ്രമോഷൻ വേഗം ശരിയായി ശമ്പളം കിട്ടുന്നതിന്, ഷീജയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നതിന്. പ്രിൻസി സെബാസ്റ്റ്യൻ, രോഗം സുഖപ്പെടാൻ, മകൻ്റെയും ഭർത്താവിൻ്റെയും മദ്യപാനം മാറാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി സജു, മാലക്കുടി. ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ, ദൈവവിശ്വാസത്തിൽ വളരാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ തുടരുവാൻ പ്രാർത്ഥിക്കുന്നു. ബിനോയ് അരിക്കാട്, ആളൂർ. സർജറി കൂടാതെ കാൽമുട്ടുകൾക്ക് മറ്റും അവയവങ്ങൾക്കും പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന്, എല്ലാ അസുഖങ്ങളിൽ നിന്നും രോഗസൗഖ്യം ലഭിക്കുന്നതിന്, ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കുന്നതിന്. ഡോൺ വിക്ടർ, കുറ്റിപ്പുഴ. വിശ്വാസം വർദ്ധിക്കണം, വിവാഹം നടക്കണം, നോഹയുടെ ജോലി തടസ്സം മാറാൻ, നല്ല ജോലി കിട്ടാൻ, അമ്മയുടെ രോഗം മാറാൻ, എൻ്റെ വേദന മാറാൻ പ്രാർത്ഥിക്കുന്നു. സിസിലിക്കുട്ടി, പണിക്കൽ വീട്. ശ്രീജയ്ക്ക് കുഞ്ഞുമോളിന് രണ്ടാമത്തെ കുഞ്ഞിനെ ലഭിക്കുന്നതിനായി, വീട് പണിയുടെ തടസ്സം മാറിക്കിട്ടുന്നതിന് വേണ്ടി, സുമയുടെ തോൾവേദനയും കുഞ്ഞുമോളുടെ നടുവേദനയും മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ബിനു ആൻഡ് ചീന. നീനുവിൻ്റെയും ചീനയുടെയും ഭിന്നത മാറി കുടുംബം സമാധാനമായി ജീവിക്കാൻ നുള്ള അനുഗ്രഹം. ബിനുവിന് നല്ല ജോലിയും ബിസിനസ്സും നൽകണമേ. ദൈവസ്നേഹത്തിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. സിബിൻ ബേസിൽ, എറണാകുളം. വിദേശത്ത് പോകാൻ അവസരം ലഭിക്കുന്നതിന്, 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ ലഭിക്കുന്നതിന്, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ്, എല്ലാം സക്സസ് ആവുന്നതിന് പ്രാർത്ഥിക്കുന്നു. സാവൂൾ. സാജൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ, വീട് പണി പൂർത്തിയാക്കാൻ, ജിസ്മോൻ്റെ സ്വഭാവം നന്നാകാൻ പ്രാർത്ഥിക്കുന്നു. മെഡോണ ജോൺ, വിഴിഞ്ഞം, ട്രിവാൻഡ്രം. കണ്ണിന് കാഴ്ച കിട്ടാൻ, കടം മാറാൻ, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിനായി നമുക്ക് സമർപ്പിക്കാം.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നിരകാജ്ഞയെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നുകണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക. സോജി വിഴിഞ്ഞം, തിരുവനന്തപുരം. വീടും സ്ഥലവും വിൽക്കുവാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് ഉന്നമനം ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമലി വിഴിഞ്ഞം, തിരുവനന്തപുരം. വിവാഹ തടസ്സം മാറാൻ, മകളുടെ പഠനം പൂർത്തിയാകുന്നതിന് വീടിൻ്റെ ഇടപാട് ഉടനെ നടക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. മെർലി പൂവാർ, തിരുവനന്തപുരം. വിവാഹ തടസ്സം മാറാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ പുതിയതുറ, തിരുവനന്തപുരം. വിവാഹ തടസ്സം മാറുന്നതിനും അച്ഛൻ്റെ ബിസിനസ് പുരോഗമിക്കുന്നതിനും എല്ലാ തടസ്സങ്ങളും മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജ ജോസഫ്, തോണ്ട്,
തറയിൽ, കരുനാഗപ്പള്ളി. എനിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ഉണ്ട്. അതിന് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുന്നതിനും എല്ലാ രോഗികൾക്കും വേണ്ടി, എല്ലാ ജോലിക്കാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷെറിൻ ഫ്രാൻസിസ്, നീലൂർ. B2 ജർമ്മൻ എക്സാം പാസ്സാകുന്നതിന് 4-ാം വർഷമാണ്. ആദ്യത്തെ വർഷം തന്നെ പാസ്സാകുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നാട്ടിൽ ഒരു ഭവനം ലഭിക്കുവാൻ ഹസ്ബൻഡിൻ്റെ സാലറി കൂട്ടിക്കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനുമോൾ ബാബു, വഴിത്തല. കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനായി, ഭർത്താവിൻ്റെ നല്ല ജോലി ലഭിക്കുന്നതിനായി, 2 പേർക്കും ഒരു വീട് ലഭിക്കുന്നതിനായും പ്രാർത്ഥിക്കുന്നു. അഖിലേഷ് വർമ്മ. വിവാഹം 2024 ഡിസംബറിന് അകം നടത്തി തരണമേ. എൻ്റെ പേരിലുള്ള എല്ലാ കോടതി കേസുകളും എനിക്ക് അനുകൂലമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജെസ്സി കൂട്ടുങ്കൽ, ഫ്രാൻസ്. സന്യാസ ജീവിതം 13-ാം തീയതി 19-ാം വർഷത്തിലേക്ക് കടക്കുന്ന മാതാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിമിഷ പുറപ്പള്ളി. ഗവൺമെൻറ് ജോലി ലഭിക്കാൻ, കാലിന് സൗഖ്യം ലഭിക്കുവാൻ, സഹോദരൻ്റെ ഭാര്യയ്ക്കും കുട്ടികളും വീട്ടിൽ സഹോദരൻ്റെ ജോലിക്ക് ശമ്പളം കൂടുതൽ കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീന ജോയി. കുടുംബത്തിൽ എല്ലാവർക്കും സ്നേഹത്തിലും ഐക്യത്തിലും ആകാൻ കൃപയുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ എല്ലാവരും ആരോഗ്യത്തോടെ, ആയുസ്സോടെ, സമാധാനത്തോടെയും ജീവിക്കുവാനും പലവിധ രോഗങ്ങളിൽ വിഷമിക്കുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഞ്ജു ടോമി, ചെത്തിമറ്റം, ഓസ്ട്രേലിയ. രോഗസൗഖ്യം ലഭിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നതിനും. വത്സല മുരളീധരൻ, അരിയപ്പുറത്ത്. കടബാധ്യത മാറ്റി മകന് സമാധാനം നൽകണമേ. വയറുവേദനയും അസുഖങ്ങളും മാറ്റിത്തരണമേ. മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സൗഖ്യമായി ഇരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ മടങ്ങി വന്ന് ഒന്നിച്ച് ജീവിക്കുവാനുള്ള അവസരം ഒരുക്കി തരണമേ. ബിന്ദു ജിബി, കിഴക്കേക്കരയിൽ, പിറവം. ഡിപ്രഷൻ മാറി സമാധാനത്തോടെ ജീവിക്കാൻ, കുടുംബത്തിൽ സമാധാനം കിട്ടാൻ, ജോബിന് വിവാഹം നടക്കാൻ എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കണമേ. നടുവേദന മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജ്, കുളക്കാട്ട് വയലിൽ, കോട്ടയം. എൻ്റെ മകന് 19/5/24 23/6/24 2 ജൂൺ ആദ്യവുമുള്ള നീറ്റ് എക്സാം, എയിംസ് എക്സാം പരീക്ഷകൾക്ക് ഉന്നത വിജയം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സോജൻ പി ജേക്കബ്. എൻ്റെ ഫാമിലിയുടെ കാനഡ വിസ 2024 പൂർത്തിയാകുന്നതിനുള്ളിൽ ശരിയായി കിട്ടാനും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനും ആഴപ്പെടുന്നതിനു വേണ്ടിയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ജീവിതവിശുദ്ധിയും ആത്മീയ നവീകരണവും ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാം സോജോ, ചാനൂർ ഹൗസ്, പാതുവ. മെയ് 13-ാം തീയതി ബർത്ത്ഡേ ആണ്. അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. വിജ്ഞാനത്തിലും വിവേകത്തിലും വിശുദ്ധിയിലും പരിശുദ്ധാത്മാവിൽ വളരാൻ നല്ലൊരു ജീവിതം ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. LC പൗലോസ്, പുത്തേലി, കാലടി. ഞാനും എൻ്റെ ഭർത്താവും മക്കളും ഉടമ്പടിയിൽ ജീവിച്ച് നിത്യതയിലെത്താൻ സഹായിക്കണമേ. മകൻ്റെ ഭവനത്തിൻ്റെ കാര്യം മെയ് 13-ന് മുമ്പ് അമ്മ തീർപ്പാക്കി തരണമേ. മക്കളുടെ ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മോനിക്ക വർഗീസ്. വിസ മെഡിക്കൽ ക്ലിയറായി വേഗം വിസ ലഭിക്കുവാനും ചിന്നുവിൻ്റെ വിവാഹം ഭംഗിയായി നടക്കുന്നതിനും ഹിപ്പഹിസ് എന്ന രോഗത്തിൽ നിന്ന് വിമുക്തി നേടുന്നതിനും എൻ്റെ കുടുംബജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
മേരിക്കുട്ടി മൈക്കിൾ കൊല്ലം. എൻ്റെ മകൻ എഴുതിയ പരീക്ഷ റിസൾട്ട് പാസ്സായി ജോലി കിട്ടുവാൻ, ഭർത്താവിൻ്റെ രോഗങ്ങൾ മാറി, മദ്യപാനം മാറി, മാനസാന്തരം കിട്ടാനും പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറാനും കൊച്ചുമോളുടെ അസുഖങ്ങൾ മാറാനും തടസ്സങ്ങൾ മാറാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദു ജോർജ്, ആട്ടോക്കാരൻ, എറണാകുളം. പരിശുദ്ധ അമ്മയെ ഒന്ന് കാണുവാൻ ഭാഗ്യം കിട്ടുന്നതിന്, രോഗശാന്തിക്ക് വേണ്ടി, തിരുവചനം മുടങ്ങാതെ വായിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി. തുളസി, ഓട്ടയിൽ തുമ്പോളി. മകൻ്റെ വിവാഹം നടന്നതിന് നന്ദി പറയുന്നു. ജീവിതത്തിൽ എപ്പോഴും മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ. ജോസ് ജോർജ്, മുംബൈ. സ്ഥിരജോലി, വിവാഹ തടസ്സം, അമ്മച്ചിക്ക് നല്ല ജോലി എന്നിവയ്ക്കായെല്ലാം പ്രാർത്ഥിക്കുന്നു. പ്രദീപ് ഫ്രണബൻസ്. പ്രദീപും കുടുംബവും പരിശുദ്ധാത്മാവിലും വിശുദ്ധിയിലും ജീവിക്കുന്നതിന് വേണ്ടി. ഡേഫിൻ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന്, ജർമ്മൻ B2 എക്സാം പാസ്സാകുന്നതിന്. ആൻ്റണി, അന്ന, മേരി, ഡേഫിൻ, സെയ്മിൻ എന്നിവർക്ക് ശരീര സൗഖ്യം ലഭിക്കുന്നതിനും. കൃപമരിയ ജോസ്, തോട്ടുങ്കൽ, രാമപുരം. മുടങ്ങിക്കിടക്കുന്ന റിസർച്ച് പേപ്പർ 2024 മെയ് 31 മുൻപായി പൂർത്തീകരിച്ച് കിട്ടുന്നതിന്. ജർമ്മനിയിൽ പോയി സ്കോളർഷിപ്പ് റിസർച്ച് ചെയ്യാൻ സാധിക്കുന്നതിന്. വാർഷിക റിവ്യൂ മികച്ച ഗ്രേസ് നേടി പാസ്സാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജിബിൻ മാത്യു, ആയൂണിക്കൽ. സപ്ലിമെൻ്റൽ ഫൈനൽ പരീക്ഷയ്ക്ക് പാസ്സാകുന്നതിന് വേണ്ടി, കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി, ശാരീരിക പരാധീനത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴെപ്പോഴേ നീക്കോ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബെത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. രേഷ്മ വിനീഷ്യസ്, മരോട്ടിക്കൽ, പനമ്പുകാട്. മകൾക്ക് അഡ്നോയിഡ് മൂലമുള്ള ശ്വാസതടസ്സം മാറ്റി സൗഖ്യം ലഭിക്കുന്നതിന്, അമ്മയുടെ കാലിന് സൗഖ്യം ലഭിക്കുന്നതിന്, പഠിച്ച തൊഴിൽ എത്രയും പെട്ടെന്ന് ആത്മവിശ്വാസത്തോടെ ചെയ്യുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഷേർലി മരിയനാട്, തിരുവനന്തപുരം. മാനസാന്തരത്തിന് വേണ്ടി കടഭാരം മാറാൻ, മകൻ UK-യിൽ തിരിച്ചു പോകുന്നതിന് പ്രാർത്ഥിക്കുന്നു. LC പള്ളം, തിരുവനന്തപുരം. കടഭാരം മാറാൻ, തൊഴിൽ മുന്നേറ്റത്തിന്, കുടുംബസമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. സുമേഷ് പള്ളം, തിരുവനന്തപുരം. വിസ തടസ്സം മാറാൻ, നല്ല ജോലി കിട്ടാൻ, ശാരീരിക സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സനൽ, അടിമലത്തുറ. വിവാഹ തടസ്സം മാറാൻ, ദുശീലങ്ങൾ മാറാൻ, കടഭാരം മാറാൻ പ്രാർത്ഥിക്കുന്നു. ചെനി, തിരുവനന്തപുരം. വിസ തടസ്സം മാറാൻ, ദൈവാനുഗ്രഹത്തിന് വേണ്ടി എത്രയും വേഗം ജർമ്മനിയിൽ പോകുവാൻ പ്രാർത്ഥിക്കുന്നു. ആൽബർട്ട്, പുതിയതുറ, തിരുവനന്തപുരം. പാസ്പോർട്ട് പിന്മാറാൻ, വിസ ലഭിക്കാൻ, കടഭാരം മാറാൻ പ്രാർത്ഥിക്കുന്നു. ജേക്കബ്, നല്ല ഒരു കുടുംബജീവിതം, വിശ്വസ്തത, ദീർഘായുസ്, ആരോഗ്യം എന്നിവ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ബിൻസി ജോസഫ്, മാനാനം. എന്നിൽ ദൈവസ്നേഹം നിറയാൻ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, എൻ്റെ പുതിയ ജോലി അനുഗ്രഹപ്രദമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീകുട്ടി എ, വെമ്പായം. 23/5/2024 ചേട്ടൻ്റെ അടുത്ത് പോകാൻ സാധിക്കണം. അമ്മയുടെ സ്വഭാവം മാറ്റിത്തരണമേ. എൻ്റെ കുഞ്ഞിൻ്റെ വാശി മാറ്റിത്തരണമേ പ്രാർത്ഥിക്കുന്നു. ബിച്ചു തോമസ്, പുളിക്കശ്ശേരി, തത്തംപള്ളി. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, നല്ല റിസൾട്ട് കിട്ടുവാൻ, സ്വഭാവ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലയ മരിയ, പുത്തൂർ, ബാംഗ്ലൂർ. കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, നല്ല ജോലി ലഭിക്കാൻ, ബിസിനസ്സിൽ പുരോഗതി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജിൽഷയം, കണ്ണൂർ. എൻ്റെ കുഞ്ഞിന് ബോധവും ബുദ്ധിയും സംസാരശേഷിയും ശാരീരിക ശേഷിയും സമപ്രായക്കാരെ പോലെ നോർമൽ ആകുന്നതിന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത എല്ലാം മാറ്റിത്തരുന്നതിന് അമ്മ കൂടെ ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നു. എബിൻ ജോസഫ്, എബിൻ വില്ല, ആലപ്പുഴ. എത്രയും വേഗം ഒരു ജോലി തന്ന് അനുഗ്രഹിക്കണമേ.
എൻ്റെ അനിയത്തി വിദേശത്ത് പഠിക്കുവാൻ പോകുവാൻ, യൂറിനറി ഇൻഫെക്ഷനും ബുദ്ധിമുട്ടും മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സുനിൽ ജോസ്, തോട്ടമറ്റം, ഇടുക്കി. കടബാധ്യത മാറാൻ, നല്ല കാലാവസ്ഥയ്ക്ക് എല്ലാവരും ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ലക്കി മോൾ, കുമരകം. മോളുടെ വിവാഹ തടസ്സം മാറാൻ, മോന് വർക്ക് വിസ കിട്ടാൻ, സ്ഥലം വിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. അതുല്യ വത്സ, ഹരിപ്പാട്. DHA പരീക്ഷ ജയിക്കുന്നതിന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തത്, UAE മാത്രം ചെയ്യേണ്ടത് ആയ സമാധാനമുള്ള ജോലി ഗൾഫിൽ തരണമേ. തൊട്ടടുത്ത് തന്നെ ഉള്ള സ്ഥലത്ത് പങ്കാളിക്ക് സമാധാനമുള്ള ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. മേരി ലൂർദ് ഫെർണാണ്ടസ്, തുമ്പോളി. അലോഷ്യസ് ഫെർണാണ്ടസിൻ്റെ ശ്വാസകോശ സംബന്ധമായ അസുഖം മാറി പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ, റുവീന ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാൻ, സുഖപ്രസവം, ഭവനത്തിലേക്കുള്ള വഴി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അമൽ കെ സ്റ്റീഫൻ, കാലടി. ജോലി തടസ്സം മാറാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, ദൈവസ്നേഹത്തിൽ വളരാൻ പ്രാർത്ഥിക്കുന്നു. അർപ്പിത അമൽ, കാലടി. ജോലി തടസ്സം മാറാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, ദൈവസ്നേഹത്തിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് പള്ളുരുത്തി, ഷേർലിക്ക് കുഞ്ഞുണ്ടാവാൻ, ഷിൽസി കുഞ്ഞുണ്ടാവാൻ, ജോലി ലഭിക്കാൻ, റോസ്ലിയുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥിക്കുന്നു. അനീഷ് തങ്കച്ചൻ, വിധേയത്തിൽ, കരയാമ്പറമ്പ്. എനിക്ക് UK-യിൽ വിസയോടുകൂടിയുള്ള ജോലി കിട്ടണം. ജൂൺ 1 UK-യിൽ ഒരു തടസ്സവും കൂടാതെ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ട അനുഗ്രഹത്തിന്. ഇടത് ചെവിയുടെ ഇടതുഭാഗത്ത് കേൾവിയില്ല. ഇടത് ചെവി കേൾവി തന്ന് അനുഗ്രഹിക്കണം. എനിക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ നൽകണം. 31 വയസ്സ് കഴിഞ്ഞു. അമ്മ തന്നെ ജീവിത പങ്കാളിയെ തരണം പ്രാർത്ഥിക്കുന്നു. ലീന, എടപ്പള്ളി. സ്ഥലം വിൽക്കാൻ, മകൻ്റെ അലർജി രോഗം മാറാൻ, മക്കൾക്ക് നല്ല വിവാഹ ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീലേഖ എസ്. എനിക്ക് എൻ്റെ മകൻ ആരോമിലിനും ഭർത്താവിനും സുരേഷ് കുമാറിനും ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള തടസ്സം മാറാൻ, കുടുംബത്തിലുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി, മകൻ ആരോമലിൻ്റെ ഫോൺ അഡിക്ഷൻ മാറുന്നതിന്, 10ാം ക്ലാസ് വിദ്യാഭ്യാസം 2024-25 വർഷം പൂർത്തീകരിക്കാൻ. മേരി ക്ലിയറ്റ് ഡൊമിനിക്, വട്ടപ്പാറയ്ക്കൽ, തൃശ്ശൂർ. മകൻ ക്രിസ്റ്റി ഡൊമിനിക്കിൻ്റെ വൈദിക പഠനം പൂർത്തിയാകുന്നതിന്, ഭർത്താവും മക്കളും കുടുംബവും വിശുദ്ധിയിൽ വളരുന്നതിനു വേണ്ടി, എല്ലാവിധ പൈശാചിക ആക്രമണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപർണ ദേവി, സവിത നിവാസ്, കോവളം. ഞങ്ങളുടെ ബിസിനസ് സക്സസ് ആകണം. എൻ്റെയും എൻ്റെ അമ്മയുടെയും പപ്പയുടെയും അസുഖങ്ങൾ മാറണം. എൻ്റെ ഭർത്താവിന് മക്കൾക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകണം. ഈ എല്ലാ നിയോഗങ്ങളും ഇവരുടെ കുടുംബത്തെയും എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് അമ്മയുടെ മധ്യസ്ഥത്തിനായി സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മിനി റാന്നി മകന് ജോലി ലഭിക്കുന്നതിനും മോളുടെ യു കെ വിസ തടസ്സമാറുന്നതിനും എല്ലാവരുടെയും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനി യു കെ കോട്ടയം കോളേജിലെ കോട്ടയത്തെ സ്ഥലം വീടും വിട്ടുകിട്ടുന്നതിന് പ്രാർത്ഥിക്കുന്നു. ബിജു സി കെ ചന്ദ്രൂർ മകൾ അനിഷ ജീന BSc നഴ്സിംഗ് എക്സാം 4th ഇയർ എക്സാം പാസ്സാകുന്നതിന് വേണ്ടി വിജയം ലഭിച്ചതിന് ശേഷം ശരീര സൗഖ്യത്തോടെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനു സി ചന്ദ്രൂർ ശാരീരിക വേദനകൾ മാറുന്നതിനും മേരിയുടെ എൻട്രൻസ് എക്സാം പാസ്സാകുന്നതിനും ഭാവിയിൽ ഉറച്ച തീരുമാനമെടുക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനി റോയ് പന്തളം കടബാധ്യത മാറുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് ലോൺ മാറ്റിക്കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിരി റോയ് പന്തളം കടബാധ്യത മാറുന്നതിനും റിബിൻ മേരി റോയി മേരി BPCC ജോലി ലഭിക്കുന്നതിനും റോസി നെൻ്റെ വിവാഹം മംഗളകരമായി നടക്കുന്നതിനും ജൂലൈ 15 വിവാഹം പരിശുദ്ധാത്മാവ് ഇടപെട്ട് പൂർണ്ണമായും നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയ ഡേവിഡ് ഹൈദരാബാദ്
എല്ലാവർക്കും ആരോഗ്യം ലഭിക്കുന്നതിനും ജ്യോതിയുടെ കാര്യത്തിൽ സമാധാനപരമായി തീരണം. ശാന്തിയും സമാധാനവും ലഭിക്കണം. സ്റ്റെർലിൻ വർഗീസ്, ഹൈദരാബാദ്. എൻ്റെ അമ്മയുടെ സർജറിയും രോഗാവസ്ഥയും സൗഖ്യമാകുന്നതിനും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലീസ് തങ്കച്ചൻ, പനക്കൽ. നാളത്തെ എൻ്റെ സർജറിയിൽ അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ ജോസഫ്, അറക്കപ്പറമ്പിൽ, ഇടപ്പള്ളി. ഭർത്താവിന് യൂറോപ്യൻ രാജ്യത്ത് ജോലി ലഭിക്കാൻ, കടബാധ്യത മാറാൻ, ടെൻഷൻ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിൻ ജോൺസൺ, ചാലക്കുടി. അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ സെലക്ഷനായി UK വിസ ലഭിക്കാൻ, 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ, എൻജിനീയറിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ മകന് തുടർ പഠനത്തിനുള്ള അവസരം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിജു ജേക്കബ്, USA. എൻ്റെ അപ്പൻ ലിയോൺസിൻ്റെ ടെസ്റ്റ് സ്കാൻ റിസൾട്ട് വരുമ്പോൾ വാരിയലിന് ക്യാൻസർ ഇല്ലാതിരിക്കുവാനും ക്യാൻസർ പടരാതിരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഈ നിയോഗങ്ങളെല്ലാം അമ്മയുടെ മാധ്യസ്ഥനായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അഞ്ചാം ദൈവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയാൽ അവിടത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കാം. സിനി ചാലിൽ പ്ലാശനാൽ. സ്ഥലം വിൽക്കാൻ. ഭർത്താവ് കേരളത്തിൽ തിരിച്ചു വരാൻ. കുര്യൻ്റെ അസുഖം മാറാൻ. തങ്കൂസ് ജയിക്കാൻ. റിബിൻ മാതാവിൻ്റെ സ്വന്തം മോളാക്കി തീരുവാൻ. അനീഷ് അംബ്രോസ് അറയ്ക്കൽ നായരമ്പലം. തടസ്സം മാറുന്നതിന്, കടബാധ്യതകൾ തീരുന്നതിന്, രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ ലഭിക്കാൻ. അനിത കോർത്തുശ്ശേരിയിൽ. എൻ്റെ ഭർത്താവിൻ്റെ ലീവ് എക്സ്റ്റൻഷൻ ചെയ്ത് ജോലിയെ ബാധിക്കാതിരിക്കാൻ. സിവിൽ സർവീസ് പഠനം നന്നായി നടക്കാൻ. സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് അയർലൻഡിൽ പോകാൻ. ലിസ. ഓട്ടിസം ബാധിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നതിന്. എൻ്റെ ഭർത്താവിന് തെറ്റ് മനസ്സിലാക്കി എന്നെയും എൻ്റെ കുഞ്ഞിനെയും സംരക്ഷിക്കുന്നതിന്, അനുഗ്രഹിക്കുന്നതിനും ദൈവഭക്തിയിൽ വളരുന്നതിനും. ദൈവഭക്തിയിൽ വളരുന്നതുമായ കുഞ്ഞുങ്ങളെ നൽകി ലിസയെയും മോൻസിയെയും അനുഗ്രഹിക്കാൻ. ഫിലോമിന പട്ടണക്കാട്. 19 ദിവസമായ പേരക്കുട്ടിയുടെ 2 കിഡ്നിയുടെയും തകരാർ മാറ്റി സൗഖ്യം ലഭിക്കുന്നതിന്. 5 വർഷമായ ആക്സിഡൻ്റ് ക്ലെയിം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ലാൽബിക്ക് ഭവനം ലഭിക്കാൻ. ഭർത്താവിൻ്റെയും മകൻ്റെയും മദ്യപാനശീലം മാറുന്നതിന്. ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിനായി നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ ഈ കൃപാസനത്തെ പരിശുദ്ധ അമ്മയുടെക്ക് സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും എല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കാം. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ മക്കളുടെയും അവരുടെ കുടുംബങ്ങളെയും ഇനി ഭാവിയിൽ ഉടമ്പടി എടുക്കാൻ പോകുന്ന എല്ലാവരെയും സമർപ്പിക്കാം. വിശ്വസ്തയോടെ ഉടമ്പടി പാലിക്കുന്നതിനും വിശുദ്ധിയിൽ വളരുന്നതിനും സ്വർഗോന്മുഖരായി ജീവിക്കുന്നതിനും വേണ്ട അനുഗ്രഹത്തിനായി എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
வாழ்க 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 மரியே, வாழ்க 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 மரியே. പതിമൂന്നാം തീയതി പരിശുദ്ധ ദൈവമാതാവ് ലോകരക്ഷിതാവിൻ്റെ പിറവി കാത്തിരിക്കുന്നു. ഒന്നാമത് രക്ഷിതാവിൻ്റെ പിറവി തീവ്രമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത് അതിന് തന്നെ യോഗ്യയാക്കുന്നു. മൂന്നാമത് തൻ്റെ തിരുവചനത്തിലിരിക്കുന്ന ഈശോ തനിക്ക് നൽകിയ നന്മകളാൽ പൂരിതയാകുന്നു. ആദ്യം, ലോകരക്ഷിതാവ് എപ്പോൾ വരുമെന്ന് 4000 വർഷം വരെയും മഹാപിതാക്കളും ദീർഘദർശികളും പുണ്യാത്മാക്കളുമായ എല്ലാവരും വളരെ ആശയോടെ കാത്തുകൊണ്ടിരുന്നു. അതുപോലെ അവർക്ക് രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവും തീവ്രമായ ആഗ്രഹത്തോടെ രക്ഷകൻ്റെ വരവ് കാത്തുകൊണ്ടാണിരുന്നത്. തൻ്റെ തിരുക്കുമാരൻ പ്രകാശമുള്ള സൂര്യനെ പോലെ പാപാന്ധകാരം നീക്കി സുഗന്ധങ്ങൾ വിളയിപ്പാൻ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു. നിങ്ങളും ദിനംപ്രതി പിതാവായ സർവേശ്വരനെ നോക്കിക്കൊണ്ട് നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ച് വരുന്നുണ്ടല്ലോ. എന്നാൽ ആ അപേക്ഷ തക്ക ഭക്തിയോടും ഏറ്റവും ആശയോടും കൂടെ കഴിച്ചു വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളിലും മറ്റുള്ളവരിലും ഈ പരമരാജ്യം വരാനായി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കണം. രണ്ടാമത്, ദൈവമാതാവ് എല്ലാ വക പുണ്യങ്ങളാലും അലങ്കൃതയായിരുന്നിട്ടും തൻ്റെ തിരുക്കുമാരൻ താമസം കൂടാതെ പിറക്കുമെന്ന് കണ്ട് അധിക ജാഗ്രതയോടെ ഓരോരോ പുണ്യങ്ങൾ തന്നിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കവേ തന്നിൽ നന്മ പ്രകാശിപ്പാനും ഇടയായി. നാമും കറകൂടാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പുണ്യവഴിയിൽ നാൾക്ക് നാൾ അധികമധികം ഉത്സാഹത്തോടെ ജീവിക്കണം. നാം സദാ ദൈവശുശ്രൂഷയിൽ ബദ്ധശ്രദ്ധരാകുമെങ്കിൽ സർവേശ്വരൻ നമുക്ക് വാക്കിലടങ്ങാത്ത ഉപകാരങ്ങൾ ചെയ്യുന്നതാണ്. മൂന്നാമത്, ദൈവമാതാവ് 9 മാസം വരെയും അല്പമെങ്കിലും വേദനയോ പീഡയോ കൂടാതെ തൻ്റെ തിരുക്കുമാരനെ ഉദരത്തിൽ ധരിച്ചുകൊണ്ട് സർവ്വസന്തോഷഭാഗ്യങ്ങളും അനുഭവിച്ചിരുന്നു. അഗ്നിക്ക് അടുത്ത് നിൽക്കുന്നവൻ ഉഷ്ണമനുഭവിക്കുന്നു, പരിമളദ്രവ്യം പൂശിയിരിക്കുന്നവൻ അതിൻ്റെ സുഗന്ധം ഘ്രാണിക്കുന്നു, നിധി ലഭിച്ചിരിക്കുന്നവൻ സമ്പന്നനായിരിക്കുന്നു. ഇപ്രകാരം ദൈവജനനി, ദൈവസ്നേഹം, ദൈവപരിമളം, സ്വർഗീയ സമ്പത്ത് ഇതുകളുടെ നാഥനായ തൻ്റെ തിരുക്കുമാരനെ തിരുവുദരത്തിൽ ധരിച്ചിരുന്ന 9 മാസത്തേക്ക് എത്രയോ ആത്മീയ നന്മകൾ പ്രാപിച്ചുവെന്ന് പറയുവാനോ ഊഹിക്കാൻ പോലുമോ നമുക്ക് സാധിക്കുകയില്ല. ഇത്രയേറെ ആത്മീയ നന്മകൾ പ്രദാനം ചെയ്യുന്ന ഈശോ നമ്മെ വിട്ടുപിരിയാൻ മനസ്സില്ലാതെ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും നമ്മോടുകൂടെ വാസം ചെയ്തിട്ടും നമ്മിൽ ചിലർ ഈശോയുടെ അനുഗ്രഹങ്ങൾക്കും സ്വർഗീയ സമ്പത്തുകൾക്കും അയോഗ്യന്മാരായി തീരുന്നത് പരിതാപകരമല്ലയോ? ദൃഷ്ടാന്തം: സുശീലം, എളിമ, ക്ഷമ ആദിയായ പുണ്യങ്ങളാൽ പ്രസിദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ്കോ സാലസ് പാരീസ് നഗരിയിൽ ഈശോ സഭക്കാരുടെ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കയിൽ നിരാശ എന്ന ഭയങ്കര പരീക്ഷയാൽ വളരെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. ദൈവത്തെ കാണാൻ ഇടവരുകയില്ല, ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്നും മറ്റുമുള്ള വിചാരങ്ങളാൽ ബുദ്ധി ആത്മീയ അന്ധകാരത്താൽ നിറഞ്ഞു. മനക്ലേശം വർദ്ധിച്ചതുകൊണ്ട് മതകൃത്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രിയം തോന്നിയിരുന്നില്ല. എത്ര നല്ല പുസ്തകങ്ങൾ വായിച്ചാലും അതിൽ നിന്ന് ഒരു സച്ചിന്ത പോലും ഉണ്ടാകാതെയായി. അപ്പോൾ പിശാച്, നീ എന്തെല്ലാം ചെയ്താലും എത്ര പ്രയത്നിച്ചാലും നരകത്തിൽ പോകുമെന്നതിന് സന്ദേഹമില്ല എന്ന ദുഷ്ടവിചാരം അദ്ദേഹത്തിൻ്റെ ബോധത്തിൽ ശക്തമായി ഉദിപ്പിച്ചു. എന്നാൽ ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിച്ച് എന്നേക്കും അഭിമുഖമായി കണ്ട ആനന്ദിക്കത്തക്ക വിധത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഇദ്ദേഹത്തിന് നരകത്തിൽ തള്ളപ്പെട്ട്
ദൈവവിരോധിയായി തീരുമെന്ന വിചാരം അവർണ്ണനീയമായ ദുഃഖത്തിന് ഇടവരുത്തി. എന്നു മാത്രമല്ല, ഭക്ഷണത്തിനും നിദ്രയ്ക്കും കൂടി പ്രതിബന്ധമായി തീർന്നു. ഈ ദുഃഖം കാരണത്താൽ രോഗം പിടിപെട്ട് മരണാസന്നനാവുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഈ ദയനീയാവസ്ഥ ഒരു പട്ടക്കാരൻ അറിഞ്ഞ് ദുഃഖകാരണം എന്തെന്ന് ചോദിച്ചാറേ താൻ നരകത്തിന് നിയമിതനായിരിക്കുന്നു എന്ന വിചാരം ലജ്ജ കൊണ്ട് അദ്ദേഹത്തെ അറിയിച്ചില്ല. ഇങ്ങനെ 1 മാസം വരെ മനക്ലേശവും ശാരീരിക അസ്വാസ്ഥ്യവും സഹിച്ച ശേഷം ദൈവം തൻ്റെ മാതാവ് മൂലം ഈ കഠിന പരീക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുവാൻ തിരുമനസ്സായി. ഇദ്ദേഹം ദൈവമാതാവിൻ്റെ പരിശുദ്ധ കന്യാവ്രതത്തെക്കുറിച്ച് വിരക്തനായിരിക്കുന്നുണ്ടെന്നും ഒരു ദേവാലയത്തിൽ ദൈവമാതാവിൻ്റെ പീഠത്തിൻ മുമ്പാകെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ പരീക്ഷയിൽ ഏറ്റവും സങ്കടപ്പെടുകയാൽ താൻ മുമ്പിൽ വാഗ്ദാനം ചെയ്തിരുന്ന പള്ളിയിൽ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാനായി പോയി. അതിൽ പ്രവേശിച്ച ഉടനെ ദൈവമാതാവിൻ്റെ പീഠത്തിൻ മുമ്പാകെ സാഷ്ടാംഗം വീണ് ഏറിയ കണ്ണീരോടെ ദൈവജനനിയെ നോക്കിക്കൊണ്ട്, എൻ്റെ മാതാവേ, എൻ്റെ മേൽ അലിവായിരിക്കണമേ, ഞാൻ എന്നേക്കും നരകത്തിൽ തള്ളപ്പെട്ട് സർവേശ്വരനെ നിന്ദിച്ച് ദൈവവിരോധിയായിരിക്കാൻ യോഗ്യനായിരിക്കുന്നു. എങ്കിലും എൻ്റെ ആയുഷ്കാലമൊക്കെയും അല്പമായിട്ടെങ്കിലും ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് കൃപ ചെയ്യണമേ എന്നും മറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധ ബർണാർദോസിൻ്റെ ജപം ചൊല്ലി ആ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഈ ജപം തീർന്ന ഉടനെ പൈശാചിക പരീക്ഷ നീങ്ങി നല്ല മനസ്സമാധാനവും സന്തോഷവും അദ്ദേഹത്തിന് ലഭിച്ചു. ഈ ആത്മീയ ആശ്വാസം ദൈവമാതാവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ലഭിച്ചതുപോലെ ആ നായികയുടെ തുണയാൽ അത് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയതുമില്ല. ക്രിസ്ത്യാനികളെ, വിശ്വാസം, ശരണം മുതലായ പുണ്യങ്ങൾക്ക് വിരോധമായി പിശാച് കൊണ്ടുവരുന്ന പരീക്ഷകളിലും തന്ത്രങ്ങളിലും ഇളകാതെ പൂർണ്ണ ശരണത്തോടെ ശുദ്ധ ബർണാർദോസിൻ്റെ ജപം ചൊല്ലി ദേവമാതാവിൻ്റെ സഹായം പ്രാർത്ഥിച്ചു കൊള്ളണം. ജപം. ദൈവത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്കും അങ്ങ് മാതാവും സങ്കേതവുമായിരിക്കാൻ തിരുമനസ്സായല്ലോ. അങ്ങ് ദൈവജനനിയാകയാൽ ദൈവം അങ്ങേ അപേക്ഷ തള്ളുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ചെയ്ത പാപങ്ങൾ വെറുത്ത് ദൈവവരപ്രസാദം ലഭിപ്പാൻ നിന്റെ സങ്കേതത്തിൽ ഓടി വരുന്ന പാപി ഏവനോ അവൻ ഭാഗ്യവാനാകുന്നു. പരിശുദ്ധ കന്യകേ, നിന്റെ ദയാധിക്യത്താൽ മനസ്സു തിരിഞ്ഞ് നിന്റെ പക്കൽ സാഷ്ടാംഗമായി വീണ് ഞാൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് മനസ്തപിച്ചുകൊണ്ട് ഇതാ കരയുന്നു. നിർഭാഗ്യവാനായ എന്നിൽ അലിവായിരിക്കണമേ. എന്റെ പാപങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ. എന്റെ ദുർഗുണങ്ങളും ആശാപാപങ്ങളും അടക്കാൻ എനിക്ക് ശക്തി തരണമേ. ഞാൻ രക്ഷ പ്രാപിച്ച് നിന്നോടുകൂടെ സർവേശ്വരന്റെ അടുക്കൽ എപ്പോഴും വാണുകൊണ്ടിരിക്കാൻ എനിക്ക് വേണ്ട ഉപകാരങ്ങൾ എന്റെ അമ്മേ എനിക്ക് ചെയ്യണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനുമെങ്കിലും നിന്നിൽ കൈവിട്ടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വെള്ളമുള്ള ശരണത്താൽ ഉറച്ച്
നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അടുത്തു വരുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടലുള്ളമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. പാപികളുടെ സങ്കേതമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ. ദൈവമാതാവിനെ കുറിച്ച് 53 മണി ജപം ചൊല്ലണം. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ